ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നു. ഈ 2023 ഈ അവസാന ദിവസം വരെയും കർത്താവ് നമ്മെ നടത്തിയല്ലോ. ആ കർത്താവിന്റെ വലിയ കൃപയോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വരുന്നത് സിസ്റ്റർ ബ്ലെസ്സി അനീഷാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്നും കർത്താവിൽ ആശംസിക്കുന്നു. എന്തൊക്കെയുണ്ട് ബ്ലെസ്സി സിസ്റ്ററെ? സന്തോഷമായിരിക്കുന്നോ? കർത്താവിന്റെ കൃപയാല് ദൈവം നടത്തുന്ന ആന്റി, ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം ബ്ലെസ്സി സിസ്റ്ററെ എനിക്ക് ഇതുപോലെ കാണുവാൻ കർത്താവ് സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി കരയറ്റുന്നു. എനിക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ കർത്താവിന്റെ ദാസി വളരെയധികം മരണകരമായ അവസ്ഥകളിലൊക്കെ കടന്നു പോയതാണ്. കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ആ ജീവിതാനുഭവങ്ങളെയൊക്കെ നമ്മളോട് സംസാരിക്കുന്നതിന് മുന്നമേ തന്നെ കർത്താവിന്റെ ദാസി സ്വയമായി ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട്. താങ്ക് യു ആന്റി. ഇങ്ങനെ ഒരു അവസരം ജോയ്സ് ടിവിയിൽ കൂടി നിങ്ങളോട് ഒരുമിച്ച് ജേർണി വിത്ത് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിൽ എൻ്റെ സാക്ഷ്യം ഷെയർ ചെയ്യുവാനായിട്ട് ദൈവം തന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ആന്റിക്ക് ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. താങ്ക് യു, നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. എൻ്റെ പേര് ബ്ലെസ്സി എന്നാണ്. ആന്റി ഓർപ്പിച്ചല്ലോ. ഞങ്ങളെ കുടുംബമായിട്ട് ഔറംഗാബാദിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ഔറംഗാബാദിൽ IPC സഭയുടെ ബന്ധത്തിൽ സഭാ ശുശ്രൂഷയിലും അതോടൊപ്പം തന്നെ ദൈവം ഏൽപ്പിച്ച മറ്റു ശുശ്രൂഷകളൊക്കെ ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനും 2 കുഞ്ഞുങ്ങളുമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് എബ്രഹാം. 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. മോള് 10 വയസ്സ് കഴിഞ്ഞു, മോന് 7 വയസ്സ്. കുടുംബമായി കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തുന്നു. വ്യക്തിപരമായിട്ട് എന്നെ പരിചയപ്പെടുത്തുവാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ സ്വദേശം തിരുവല്ല കല്ലിങ്കലാണ്. എന്നാൽ ഞങ്ങളിപ്പോൾ എൻ്റെ പിതാവ് താമസിക്കുന്നത് തിരുവല്ലയ്ക്കടുത്ത് കവിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കവിയൂര് IPC ശാലേം സഭയിലെ അംഗങ്ങളായി എൻ്റെ പിതാവും സഹോദരനുമായിരിക്കുന്നു. എന്നെ വിവാഹം കഴിച്ചയച്ചത് എഴുമറ്റൂരിലേക്കാണ്, മല്ലപ്പള്ളിക്കടുത്ത്. അവിടെ എഴുമറ്റൂർ IPC സഭയിലെ അംഗങ്ങളായി കുടുംബമായി ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരു പാസ്റ്റർ മകളായിട്ട് ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ആ അനുഭവങ്ങളൊക്കെ എൻ്റെ ശുശ്രൂഷയിലും ജീവിതത്തിലൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയതായ ചില ക്രിട്ടിക്കലായ അനുഭവങ്ങളുണ്ട്. അതൊക്കെ കർത്താവിന്റെ ദാസി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ബലത്തിന് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തായിട്ട് ദൈവദാസി. താങ്ക് യു ആന്റി. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാസ്റ്റർ മകളായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടു. ആ സമയത്ത് ഓർമ്മയായ സമയം മുതൽ പാഴ്സനേജിലാണ് ഞാൻ വളർന്നത്. എനിക്കുള്ള ഒരു സഹോദരനുണ്ട്. ഞങ്ങൾ 2 മക്കളാണുള്ളത്. എന്നാൽ മാതാപിതാക്കൾ കർത്താവിന് വേലിലായതുകൊണ്ട് ഒരു സുവിശേഷ വേല, പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യുവാനോ, ഒരു സുവിശേഷകനെ വിവാഹം കഴിക്കുവാനോ, പ്രത്യേകിച്ച് ഒരു പാസ്റ്ററെ വിവാഹം കഴിക്കുവാനോ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ചിരുന്നതല്ല. കാരണം കർത്താവിന്റെ വേലയിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളൊക്കെ ഇപ്പോഴല്ല, 10-30 വർഷങ്ങൾക്ക് പുറകിൽ ഉണ്ടായിരുന്ന പ്രയാസത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണ സമയം സുവിശേഷ വേലയോടെ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ രക്ഷനായി സ്വീകരിപ്പാനും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും ജലത്തിൽ സാക്ഷീകരിപ്പാനും ഒക്കെ ദൈവന്റെ ജീവിതത്തിൽ അവസരങ്ങൾ തന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടുവാനും അതിനു മുൻപേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിന് ടേണിംഗ് പോയിന്റ് ആയത് ഞാൻ 2001 +1 പഠിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ച ചില ദൈവിക ദർശനങ്ങൾക്കും ദൈവിക ശബ്ദങ്ങൾക്കും അനുസരിച്ചാണ് ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആയി തീരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതായത് കർത്താവിൻ്റെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം വ്യക്തമായിട്ട് ദൈവം ചില ദർശനങ്ങളിൽ കൂടി എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ എനിക്ക് താല്പര്യമില്ലാതിരുന്ന ആ ഒരു അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ശുശ്രൂഷ മോഹത്തേക്ക് ദൈവം എന്നെ നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനു വേണ്ടുന്ന ഗൈഡൻസ് ദൈവം എനിക്ക് തന്നു.
ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിച്ചു. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എന്നെ സമർപ്പിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +2 പഠനാനന്തരം മണക്കാലയിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 17ാമത്തെ വയസ്സിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ അന്നു മുതൽ ആ 17ാമത്തെ വയസ്സിൽ ഞാൻ ദൈവവേലയ്ക്കായി സമർപ്പിച്ച് കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട് പോയ സമയം മുതൽ ഇപ്പോൾ വരെ ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവിനെ സഹായിച്ചതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു, എനിക്കിതുപോലെ ബൈബിൾ കോളേജിൽ പോകണം. പിതാവിനോട് ഇത്ര കാര്യം ചോദിച്ചോളൂ, നിന്റെ സ്വന്തം ഇഷ്ടത്തിനാണോ പോകുന്നത്, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തിട്ടാണോ? ഞാൻ പറഞ്ഞല്ല, ഒരിക്കലും പിതാവ് പോകണമെന്നോ ഒരു വാക്കും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ സ്വന്തമായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് ഞാൻ പോയി. എന്നാൽ ദൈവത്തോട് ഞാൻ ആ സെമിനാരിൽ പോകുന്നതിന് ഒരു കാര്യം അപേക്ഷിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞു, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹമില്ലാതിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നീ എന്നെ വിളിച്ചു, നിന്റെ വേലയ്ക്കായി എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചു. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരാവശ്യം പോലും എൻ്റെ മാതാപിതാക്കളോട് പറയുവാനോ അവർ എന്നെ ഓർത്ത് ഭാരപ്പെടുവാനോ എനിക്ക് വേണ്ടി അവർ വേദനിക്കുവാനോ എനിക്ക് വേണ്ടി അവർ ബുദ്ധിമുട്ടുവാനോ ദൈവം അനുവദിക്കരുത്. കർത്താവ് എനിക്ക് വേണ്ടിയുള്ള സകല വഴികളും തുറക്കണം എന്നുള്ള ആ ഒരു ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയോടും ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി കർത്താവ് അങ്ങനെ എനിക്ക് വേണ്ടി ചെയ്താൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവിന് വേല ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോകുവാനിടയായി തീർന്നു. ആൻറ്റി, അങ്ങനെ ഞാൻ ആ സമയത്ത് സമർപ്പിച്ചു പോയി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദേവദാസിയോട് ഞാൻ പറയട്ടെ, ആ സമയം മുതൽ ഞാൻ എൻ്റെ പഠനം തീരുന്ന സമയം വരെയും എൻ്റെ ആവശ്യങ്ങൾ, എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ ദൈവം നിറവേറ്റി തന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് ഒരു കാര്യത്തിന് പോലും ഭാരപ്പെടുവാൻ ഇടയാകാതെ ദൈവം എനിക്ക് വേണ്ടുന്ന എല്ലാ വഴികളെയും ഒരുക്കി തരുവാനിടയായി. ഇന്നും ഈ സമയത്തും ഞാൻ അത് തന്നെയാണ്. എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ദൈവമായി ചെയ്ത ആ ഉടമ്പടിയിൽ കർത്താവ് വാഗ്ദത്തങ്ങളിൽ എത്ര വിശ്വസ്തനാണെന്നുള്ളത് ജീവിതത്തിന്റെ അനുഭവമായിട്ട് എനിക്ക് അത് പറയുവാൻ കഴിയും. ഇപ്പോഴും ദൈവത്തെ മാത്രം ആശ്രയിച്ച്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് കർത്താവ് എനിക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം എനിക്ക് നൽകി തന്ന് കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൃപയാൽ എൻ്റെ ഇളയ സഹോദരൻ, അദ്ദേഹവും ദൈവവചനം പഠിച്ച് ഇപ്പോൾ ചങ്ങനാശ്ശേരി വെസ്റ്റ് സെന്ററിനോടനുബന്ധിച്ച് സഭാ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സഹോദരനും കുടുംബവും അയക്കുന്നു. കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു. കർത്താവിനെ ഞങ്ങളെ യോഗ്യരാക്കി. എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാന് കണ്ടിന്യൂ ചെയ്തിട്ടെ, ഇടയ്ക്ക് കട്ട് ചെയ്യണ്ട. അപ്പൊ അങ്ങനെ ദൈവവചനം പഠിച്ച സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണം. എൻ്റെ ജീവിതത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ നേരത്തെ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ തന്നെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നവരാണ്. എന്നാൽ എൻ്റെ ആ ഒരു സമയത്ത് ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരുന്ന സെമിനാരിൽ പല ആവർത്തി മിഷൻ ചലഞ്ചുകൾ കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നു. എന്നാൽ ദൈവവചന പഠനത്തിനനുബന്ധിച്ച ശേഷമായിട്ട് ICPF പോലുള്ള സംഘടനകൾ ചേർന്ന് പ്രവർത്തിക്കുവാനും മറ്റു ദൈവം ഏൽപ്പിച്ച് പല ശുശ്രൂഷകൾ ചെയ്യുവാനും കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അതിനുശേഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ഹിതപ്രകാരം 2012 ദേവദാസനുമായിട്ടുള്ള വിവാഹം കഴിയുവാനിടയായി. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ IPC മല്ലപ്പള്ളി സെന്ററിലെ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് ചുമതലയേൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം. അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം മല്ലപ്പള്ളി സെന്ററിലുള്ള 2 സഭയിൽ 5 വർഷക്കാലം ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ, മല്ലപ്പള്ളി സെന്ററിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുമല്ലോ, കർത്താവിന് ഹിതകരമായ സ്ഥലത്തെ ദൈവത്തിന്റെ വേലയ്ക്കായി ഞങ്ങളെ അയക്കണമേ എന്ന് എപ്പോഴും ദൈവസ്ഥല പ്രാർത്ഥനയുണ്ടായിരുന്നു. അങ്ങനെയാണ് 2017 മഹാരാഷ്ട്രയിൽ, പ്രത്യേകിച്ച് ബോംബെയിലേക്ക് വരുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കിയത്. കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നപ്പോൾ മറ്റു യാതൊന്നും നോക്കാതെ കർത്താവിന്റെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുവാൻ കുടുംബമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ ദാസന്റെ പിതാവ് ഞങ്ങളോട് ഒരുമിച്ചുണ്ട്. പ്രിയപിതാവും മാതാവും നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെയും മാതാവ് ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങൾക്ക് 2 പേർക്കും മാതാക്കളില്ല. അപ്പോൾ കർത്താവിന്റെ പിതാവ് ഞങ്ങളോട് ഒരുമിച്ചാണ്. സഹോദരങ്ങളെല്ലാം വിദേശ രാജ്യത്തായിരിക്കുന്നു. അപ്പോൾ പിതാവുമായി ആ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് സമ്മതിക്കുകയും ഞങ്ങൾക്ക് അങ്ങനെ ഈ മഹാരാഷ്ട്രയിലേക്ക് വരുവാൻ
ദൈവം അവസരം തന്നു. എൻ്റെ ഇളയ കുഞ്ഞിന് 5 മാസം പ്രായമുള്ളപ്പോഴാണ് 2017 മെയ് മാസത്തിൽ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ബോംബെ പട്ടണത്തിലുള്ള ഡോംബൂരിലേക്ക് കർത്താവിൻ്റെ വേലയുമായി ശുശ്രൂഷയ്ക്കായി വരുവാൻ ദൈവം അവസരം തന്നത്. എന്നാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനത് ഓർക്കുന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരടുത്തേക്ക് എന്നെ അയക്കണമേ, ഹിന്ദി പാട്ട് പാടുന്നവരുടെ അടുത്തേക്ക് ദൈവം എന്നെ അയക്കണമേ, ഹിന്ദിയിൽ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു അവസരം കർത്താവ് എനിക്ക് തരണമേ എന്നെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊരു മഹാരാഷ്ട്രയെന്നോ അല്ലെങ്കിൽ ബോംബെയെന്നോ ഒന്നും ഞാൻ ഓർത്തില്ല. ദൈവം എവിടെ അയച്ചാലും പോകാനായിട്ട് ഞങ്ങൾ വില്ലിങ് ആയിരുന്നു. എന്നാൽ ഞങ്ങൾ ഡോംബുവിൽ എത്തപ്പെട്ട സഭ എന്ന് പറയുന്നത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നും കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുള്ള ഒരു സഭയിലേക്കാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. ഭാഷ ഒന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേങ്കിൽ ആ ഭാഷയുടേതായ പരിമിതികളുടെ നടുവിലും 6 വർഷക്കാലം ആ ദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നമ്മളുടെ കഴിവൊന്നുമല്ല, ദൈവം നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കും ദൈവം. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ നിസ്സാരമായി കർത്താവിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഹിന്ദി പാട്ട് പാടുന്നവർ അടുത്തേക്ക് അയക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. മലയാളികൾ മാത്രമുള്ള കോൺഗ്രിഗേഷനിൽ നമ്മൾ പലപ്പോഴും മലയാളം പാട്ട് കൂടുതൽ പാടി ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ താല്പര്യപ്പെടുമ്പോൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പണ്ടെപ്പോഴോ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ അത് ദൈവം കേട്ടിട്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ നടുവിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, അത് വളരെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അത് ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ സകലതും നാട്ടിൽ വിട്ടിട്ട്, എല്ലാം ഞങ്ങൾ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങൾ പട്ടണത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. പക്ഷെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി. ഒന്നും ആഗ്രഹിച്ചതല്ല, പക്ഷെ ആഗ്രഹിക്കാത്തതൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ആ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തു വരവെയാണ് 2019 നവംബർ മാസത്തിൽ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ മുഴ കാണുകയും അത് കൂടുതലായിട്ടുള്ള ബയോപ്സി പരിശോധനയിൽ നവംബർ മാസം 30 2019 നവംബർ മാസം 30, 4 വർഷം ആകുവാൻ പോകുന്നു. ആ റിപ്പോർട്ട്, ഫോർട്ടിസ് ഹോസ്പിറ്റൽ റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയ മുഴ ക്യാൻസർ പോസിറ്റീവ് എന്നുള്ളതാണ്. മാനസികമായിട്ട് വളരെ ഭാരമുണ്ടായി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം തകരും. ആ ഒരു റിപ്പോർട്ട് ലഭിക്കുകയും അത് ഫേസ് ചെയ്തതായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് ഓർക്കും. പക്ഷെ ആ സമയങ്ങളൊക്കെയും ദൈവം നിർത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ അന്ന് ഒരു ഫ്രൈഡേ ആയിരുന്നു. ഈ 2019 നവംബർ മാസം 30 ഒരു ഫ്രൈഡേ ആലയത്തിൽ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിമാരുണ്ടായിരുന്നു ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ. ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനഭാഗമാണ് യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം. ഞാൻ ആ വേദഭാഗം സത്യം പറഞ്ഞ് തുറന്നു വായിക്കാനോ ഒന്നും മുതിർന്നില്ല. പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് ഇടപെട്ട് എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആ വചനഭാഗങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്യുമ്പോഴാണ് ഈ റിപ്പോർട്ട് ലഭിക്കുന്നത്. അന്നേരവും ദൈവം ഇടപെട്ട ആ വചനം മറന്നുപോയി. അതിനെക്കുറിച്ച് പിന്നെ ഓർത്തില്ല. എന്നാൽ മാനസികമായിട്ട് വളരെ ഭാരം ആ വിഷയത്തിലുണ്ടായി. ഫ്രൈഡേ കഴിഞ്ഞു, സാറ്റർഡേ കഴിഞ്ഞു, സൺഡേയിൽ ഞങ്ങൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനയ്ക്കായി ചെന്നിരിക്കുമ്പോൾ ദൈവാത്മാവ് ഈ വചനം എന്നോട് വളരെ ശക്തമായിട്ട് ഇടപെടുവാനിടയായി. എൻ്റെ ജീവിതത്തെ കർത്താവ് പണിയുവാൻ ആഗ്രഹിക്കുന്നുവെന്നും കർത്താവിൻ്റെ ഹിതമുള്ള പണിക്കായി എന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് കർത്താവിനെ രൂപപ്പെടുത്തുമെന്നും ദൈവാത്മാ വചനത്തിൽ കൂടി ദൈവം എന്നെ ഓർപ്പിച്ചു. ദൈവം എന്നോട് ഇടപെട്ടു. കർത്താവിന്റെ ദാസൻ സാക്ഷ്യത്തിന് സമയം നിന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കും. ഈ ഒരു രോഗം എൻ്റെ ശരീരത്തിൽ വന്നത് നിമിത്തം എന്താണോ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരുവാനായിട്ട് ഞാൻ എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ, പ്രിയ ദൈവദാസിയോട് എല്ലാവരോടും പറയട്ടെ, എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠമായിരുന്നത് അല്ലെ. പലപ്പോഴും പലവിധ ശോധനകൾ, കഷ്ടങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാ ശോധനകളും അല്ല കേട്ടോ, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിട്ടും കർത്താവ് അറിഞ്ഞിട്ടും കർത്താവിന്റെ ഹിതപ്രകാരവും ദൈവം നമ്മെ ചില ശോധനകൾ കൂടി കടത്തിവിടും. പക്ഷെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പലപ്പോഴും നമുക്ക് ആർക്കും സഫറിങ് ഇഷ്ടമല്ല. നമ്മളാരും അല്ലേ, നമുക്ക് ആർക്കും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കും, ദൈവം ഇതെങ്ങനെയും മാറിപ്പോകണമേ അല്ലേ. അച്ഛനും കുറെ മാസങ്ങൾ, എനിക്കത് ഓഗസ്റ്റിലും ജൂലൈയിലും ഇങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ 6 മണിക്ക് രാവിലെ കാപ്പിയായിട്ട് അടുക്കളയിട്ടോട് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുവാ ചാച്ച? അന്നേരം എന്നോട് പറഞ്ഞു, റസിയുടെ ഒരു കയ്യില് ചീപ്പും ഒരു കയ്യില് ടാബ്ലറ്റും
തലയിൽ ഒരു മുടി പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ഇപ്പൊ കണ്ടു. അത് കണ്ടോണ്ട് ഞാൻ എഴുന്നേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കെന്തുവാ ക്യാൻസർ രോഗം എല്ലാം വരാൻ പോവാണോ? തലയിൽ മുടി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത ആ ഒരു രോഗമാണല്ലോ, കണ്ടിട്ടില്ല, മീൻസ് നമ്മൾ ആൾക്കാരെ കാണുന്നത് അങ്ങനെയാണ്. പറഞ്ഞു അതെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരല്ലേ, കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കണം, കർത്താവ് ഞങ്ങളെ പരിപാലിക്കണം, മാരകമായ രോഗങ്ങൾ വിടുവിക്കണം. നമ്മളുടെ മാക്സിമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഈ രോഗത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ പിൻപിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കത്തില്ല, നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യത്തില്ല, അല്ലെ? നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് കർത്താവ് ഇത് മാറ്റണം, ഇങ്ങനത്തെ പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ട്. പക്ഷെ അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ആ പണി നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, കർത്താവിന്റെ ഹിതത്തിനായിട്ടുള്ള പണിക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ദൈവകരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. അങ്ങനെ ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കർത്താവിനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഭാരം ഒന്നും വന്നില്ലെന്നോ പ്രയാസം വന്നില്ലെന്നോ അല്ല, പക്ഷെ അതിന് മുഴുവൻ കൺട്രോൾ കർത്താവിന്റെ കരങ്ങളിലാണെന്നൊരു ഉറപ്പ് ദൈവം അന്ന് പകൽ എനിക്ക് നൽകി. അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് നടന്നു. കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ നാട്ടിൽ വാ, കാരണം ഇവിടെ ഭാഷ അറിയത്തില്ല, സഹായിക്കാനായിട്ട് ആരുമില്ല, അതുകൊണ്ട് പലവിധമായിട്ടുള്ള പ്രതികൂല അവസ്ഥകൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്, നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വാ. എൻ്റെ സഹോദരനും എല്ലാവരും പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾക്ക് വളരെ മാനസിക സമ്മർദ്ദത്തിലായി. ഞങ്ങൾ നാട്ടിൽ പോകണമോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, ബോംബെ നിൽക്കണമോ, എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്ത അനുഭവം. പക്ഷേ ഒരാഴ്ച, സത്യം പറഞ്ഞ ഒരാഴ്ച ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, എന്താ ഇവിടെ നിൽക്കണോ, നാട്ടിൽ പോകണോ, ബോംബെയിൽ നിൽക്കണമോ, എന്താണെന്നുള്ളൊരു തീരുമാനം നീ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവരോടും ഞാൻ പറയട്ടെ, എപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയോ, ബോംബെയിൽ തന്നെ നിൽക്കാം, ട്രീറ്റ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും മുന്നോട്ടുള്ള ഈ ഒരു രോഗത്തിന്റെ പേരിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ, ആ സമയം മുതൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു. ചിന്തിക്കാത്ത വഴികൾ, ചിന്തിക്കാത്ത വ്യക്തികൾ, പരിചയമില്ലാത്ത വ്യക്തികൾ, ചിന്തിക്കാത്ത വഴികൾ, സഹായം. ഞാൻ പറയട്ടെ, മാനുഷികമായ സഹായം ആണോ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നത്, ആ സമയത്ത് ദൈവം അത് തന്നു. സാമ്പത്തിക സഹായമാണോ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്, ആ സമയത്ത് ദൈവം അത് തന്നു. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയുടെ സഹായമായിരിക്കും. കാരണം രോഗത്തിന്റെ ഏകദേശം എനിക്ക് 1.5 വർഷത്തെ 17-18 മാസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ വളരെ പ്രതിസന്ധികളിൽ കൂടി കടന്നത്. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ടായി. എനിക്കോ കർത്താവിന്റെ ദാസനോ നധരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത മാനസിക സംഘർഷങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഫോൺ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ സഹായിച്ച് ഞങ്ങളെ ബലപ്പെടുത്തിയ അനേക പ്രിയപ്പെട്ടവരും, അവരറിഞ്ഞുകൊണ്ടല്ല അറിയാതെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ സഹായം ആവശ്യമുള്ളപ്പോൾ ദൈവം അത് നൽകി. സാമ്പത്തിക സഹായം ആവശ്യമുള്ളപ്പോൾ കർത്താവ് അത് നൽകി. അനേക പ്രിയപ്പെട്ടവർ, അനേക ദൈവമക്കൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുള്ള അനേക ഞങ്ങളുടെ പ്രത്യേകിച്ച് എൻ്റെ ട്രീറ്റ്മെന്റിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിച്ചു. അറിഞ്ഞും അറിയാതെയുമായിരിക്കുന്ന, ഇന്നും അജ്ഞരായി ഞങ്ങൾക്കറിയാത്ത എത്രയോ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കായി ദൈവം ഞങ്ങൾക്കായി ഒരുക്കി. പ്രത്യേകിച്ച് അതൊരു കോവിഡിന്റെ സമയങ്ങളൊക്കെ ആയിരുന്നത് കൊണ്ട് സ്തോത്രം, ദൈവം മുന്നമേ സകലതും കരുതി എന്ന് വേണം പറയാൻ. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ രോഗത്തിന്റെ അനുഭവങ്ങൾ വന്നു. ഞങ്ങൾ പിന്നെയും പലരുടെയും നിർദ്ദേശപ്രകാരം ബോംബെയിലുള്ള ടാറ്റ ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അവിടേക്ക് പോയി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ചെന്ന് ഫർദർ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന രോഗം അതിന്റെ 3rd സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു. ഈ 1 മാസം നീ എന്ത് ചെയ്തു? 1 മന്ത് നീ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു?
നീ ഇത്രയും യങ് ആയതുകൊണ്ട് നീ അല്പം കൂടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സ്ഥിതിഗതികൾ നമ്മളുടെ കൺട്രോളിൽ നിന്ന് പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വഴക്ക് പറയുവാനിടയായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു പ്രയാസമാണ് നമുക്കുള്ളതെന്ന്. ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് ആ ഒരു അനുഭവത്തിലേക്കായി. എന്നാൽ പലവിധമായ ട്രീറ്റ്മെന്റുകൾ അവർ എനിക്ക് നിർദ്ദേശിച്ചു. ആ ട്രീറ്റ്മെന്റുകളിലേക്ക് ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ പകുതി ജീവനും പോകും. നമ്മൾ മാനസികമായിട്ടുണ്ടായിരുന്ന ധൈര്യവും കൂടി നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, 3rd സ്റ്റേജ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, ആദ്യം 12 സൈക്കിൾ കീമോ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെയും കീമോയുണ്ട്, പിന്നെ റേഡിയേഷൻസ് ഉണ്ട്, പിന്നെ പറയാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ബാക്കി ട്രീറ്റ്മെന്റുകളും കാണും, ഒരു ഹോർമോൺ തെറാപ്പി പോലെ ചെയ്യണം, അത് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് അത് പിന്നെ പറയാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ OPD വെളിയിലിറങ്ങി. OPD നിന്ന് വളരെ ഭാരത്തോടുകൂടി ഈ റിപ്പോർട്ടെല്ലാം കേട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വളരെ ഭാരമാണല്ലോ കർത്താവേ, ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി പോകുന്നുവോ എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്കൊന്ന് മറ്റൊരു വചനഭാഗമാണ് 46 സങ്കീർത്തനത്തിലെ 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകും. ആമേൻ, സ്തോത്രം. 46 സങ്കീർത്തനം 1-ാം വാക്യം നാം എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നാം എത്രയോ പ്രാവശ്യം ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഹോസ്പിറ്റലിന്റെ OPD ഫ്രണ്ടിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ച ആ വചനത്തിന്റെ ശക്തി, ആ ശക്തിയാലാണ് സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവ് എന്നെ ശക്തീകരിച്ചു. കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ, ആ വചനത്തിന്റെ ശക്തി എത്ര അർത്ഥവത്താണെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസന് തക്ക തുണയായിട്ട് ദൈവം എനിക്ക് കൂട്ടരായി തന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തരും. പിതാവും എല്ലാ കാര്യങ്ങളും, പ്രിയപ്പായി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പക്ഷെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് ഒരു കുറവ് വരുത്താനോ അതിന്മേലൊരു പരിഹാരം വരുത്തുവാനോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും കഴിയത്തില്ല. പക്ഷേ അതിന് കഴിയുന്നത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ടുള്ള കർത്താവിന് മാത്രമാണ്. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം എന്നെ ആ സമയങ്ങളിലൊക്കെ സഹായിച്ചു. പ്രത്യേകാൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചെന്ന് പറഞ്ഞു കർത്താവിന്റെ ദാസി. അത് എങ്ങനെയാണെന്ന് ഒന്ന് വെളിപ്പെടുത്തിയാല് എന്തെങ്കിലും എനിക്ക് മറക്കാനാവാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ സർജറി ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, കീമോ ചെയ്തു, സർജറി ചെയ്തു, അതിനുശേഷം ഹൈ ഡോസ് ആയിട്ടുള്ള കീമോതെറാപ്പി അവരെനിക്ക് ചെയ്തു. അത് ഒരു 4 സൈക്കിൾ ഉണ്ടായിരുന്നു. 4ാമത്തെ സൈക്കിള്, എൻ്റെ ഫസ്റ്റ് സൈക്കിളിൽ കീമോ ചെയ്തപ്പോഴത്തേക്കും കോവിഡായി. കോവിഡിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ടൈമിലായിരുന്നു എൻ്റെ സർജറി ഒക്കെ നടന്നത്. വളരെ അത്ഭുതമായിട്ട് കർത്താവ് അതൊക്കെ നടത്തി. നമുക്കാരും സഹായിക്കുവാനില്ലാത്ത സ്ഥലത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹോസ്പിറ്റലിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഹൈ ഡോസ് കീമോ ചെയ്ത സമയത്ത് എനിക്ക് കോവിഡ് പോസിറ്റീവായി. 2ാമത്തെ സൈക്കിൾ കഴിഞ്ഞപ്പോൾ 2020 ആണ്ട് ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. ആ സമയത്ത് ഞാൻ ശരീരത്തിൽ വളരെ പനിയുടെ അസ്വസ്ഥതയിലൊക്കെ വളരെ ഭാരപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കീമോതെറാപ്പിയുടെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കൊണ്ട് ഞാൻ ക്ഷീണിതയായിരിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ പനി കുറയാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഫോൺ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ രാവിലെ വന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ വാക്ക് സത്യം പറഞ്ഞാൽ ഹൃദയത്തിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതുവരെ പനിയും വയ്യായികയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കോവിഡ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയില്ല. പ്രത്യേകിച്ച് കല്യാൺ ഡോംബിൽ ഞങ്ങൾ പാർക്കുന്ന അവിടുത്തെ കേസസ് എന്ന് പറഞ്ഞാൽ ഡെയിലി 2000 എബോവ് ആണ് ഡെയിലി കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം കോവിഡിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഡോക്ടറുടെ ആ വാർത്ത എന്നെ വളരെ പരിഭ്രാന്തിയിലാക്കി. കാരണം ഞാൻ എൻ്റെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും കുറഞ്ഞിരിക്കുക. പരസഹായം കൂടാതെ എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള ആരോഗ്യമില്ല, ഭക്ഷണം കഴിക്കുവാൻ വയ്യ, വളരെ ശാരീരിക ക്ഷീണത്തിലായിരിക്കുമ്പോഴാണ് എനിക്ക് പനി വരുന്നത്. ഡോക്ടർ കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മാനസിക നില പോലും തെറ്റിപ്പോയെന്ന് വേണേൽ പറയാം. വളരെ ഭാരം അനുഭവിച്ചു. ഞങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയും. ഞങ്ങളെല്ലാം മിണ്ടാതെ വളരെ നിശബ്ദരായിട്ട്, ആർക്കും ഒന്നും പറയുവാൻ പോലും കഴിയാത്ത രീതിയിൽ എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ ഭാരം അനുഭവിച്ച് ആ സന്ധ്യയെങ്കിൽ ഞാനിങ്ങനെ വളരെ ക്ഷീണിതയായി കട്ടിലിൽ വിശ്രമിച്ച് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ ശരീരത്തിൽ ഇത്രയും ബലഹീനയാണ്. അതിൻ്റെ കൂടി കോവിഡ്, എനിക്ക് ഡോക്ടറിനോട് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സപ്പോസ് അത് പോസിറ്റീവ് ആയാൽ
എന്താണ് എന്റെ ഭാവി, എന്താണ് മീൻസ് എന്തായിരിക്കും തുടർന്ന്. നമ്മൾ ന്യൂസ് വെച്ചാൽ കേൾക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികൾക്കെല്ലാം എന്ത് ചെയ്യുന്നു, കോവിഡ് ബാധിക്കുന്നു, മരിക്കുന്നു. ഈ റിപ്പോർട്ടാണ് നമ്മൾ നാട്ടിലെ TV-യിൽ എവിടെയെങ്കിലും ന്യൂസിൽ വെച്ചാൽ ഉടനെ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ട് ഇതാ. വളരെ ഭാരമായി, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെട്ടിരുന്ന ആ രാത്രിയിൽ ദൈവം എന്നോട് 18-ാം സങ്കീർത്തനമെന്ന്, കർത്താവിന്റെ ഹൃദയത്തിൽ അത്രയും മാത്രമേ ഉള്ളൂ, 18-ാം സങ്കീർത്തനമെന്ന് കർത്താവിനോട് ഇടപെട്ടു. എനിക്കതിലെ മിക്ക വചനങ്ങളും മനഃപ്പാടമായിരുന്നുകൊണ്ട് ഞാൻ മനഃപ്പാടമായ ആ വചനങ്ങളൊക്കെയും ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് 16-17 വാക്യങ്ങൾ എത്തിയപ്പോഴേക്കും ദൈവാത്മാവ് എന്നെ ഇങ്ങനെ വളരെ പിടിച്ച് അതിനകത്ത് ആ വാക്യത്തിനകത്ത് നിർത്തുവാനിടയായി തീർന്നു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ഈ 2 വചനഭാഗങ്ങൾ എന്നോട് ദൈവം വളരെ ശക്തമായിട്ട് ഇടപെട്ട ആന്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ കരത്തിൽ ഞാൻ എന്താണ്, സുരക്ഷിതയാണ്. ഇനി എന്ത് പ്രശ്നം വന്നാലും കർത്താവിന്റെ കരം എന്നോട് കൂടെയുണ്ട് എന്ന ആ സന്ധിയെങ്കിൽ ദൈവാത്മാവ് എന്നെ ബലപ്പെടുത്തുവാനിടയാണ്. അങ്ങനെ അപ്പൊ പിന്നെ മാനസികമായി ഞാൻ അതിനോട് യോജിക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് മനസ്സുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഒരു രോഗം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് അത് മാനസികമായി നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ വചനം ഇങ്ങനെ ദൈവാത്മാവ് ഇടപെട്ടതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ എന്തുവാണേലും കർത്താവിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഞാൻ വളരെ ക്ഷീണിത, എനിക്ക് ഹൈ ഫീവറാണ്. ഞങ്ങൾ മടങ്ങി വന്നു. പിറ്റേ ദിവസം രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു, എൻ്റെ റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളൊക്കെ എന്നെ വിളിച്ചു. എൻ്റെ സഹോദരൻ നാട്ടിൽ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റിപ്പോർട്ട് വന്നു? ഞാൻ പറഞ്ഞു വന്നു. അവൻ എന്നോട് ചോദിച്ചു, കോവിഡ് പോസിറ്റീവ് ആയപ്പോഴത്തേക്ക് നിന്റെ വിശ്വാസത്തിന് ക്ഷീണം വന്നോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കോവിഡ് പോസിറ്റീവായിട്ടും എൻ്റെ വിശ്വാസത്തിന് ക്ഷീണം വന്നിട്ടില്ല. കർത്താവിനെ നടത്തുവാൻ ശക്തനാണെന്ന് ദൈവം എന്നോട് ഇടപെട്ട വചനം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു. അങ്ങനെ ദൈവം ആ സമയത്ത് ഒരു പ്രത്യേക കൃപ വന്ന് കർത്താവ് നടത്തി. ഞാനങ്ങനെ ആ വചനം പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ, എന്നെ പ്രിയപ്പെട്ടവർ ഓർക്കരുത് ഈസി ആയിട്ട് ആ കോവിഡിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞു പോയെന്ന്. ഒരിക്കലുമല്ല. എനിക്ക് ഡെയിലി ഫീവർ വരും, എല്ലാ ദിവസവും എനിക്ക് ഫീവറാണ്. ഞാൻ 3 നേരം പാരസിറ്റമോള് ഇങ്ങനെ കഴിക്കുകയാണ് ഫീവർ കുറയാൻ. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറയും, പക്ഷെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ശരീരം മുഴുവൻ തണുക്കും, എനിക്ക് ഭയങ്കരമായിട്ട് പനി വരും. അത് പിന്നെ ഡോക്ടർ രാത്രിയിൽ എന്നെ ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും എനിക്ക് ഫോൺ വരുമായിരുന്നു. ടാറ്റ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോഴെല്ലാം എനിക്ക് ഫീവറാണ്. ഒരു ദിവസം പോലും ഞാൻ 15 ദിവസം വീട്ടിലും ഒരാഴ്ച ഹോസ്പിറ്റലുമായിരുന്നു. ഈ 15 ദിവസവും അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഫീവറാണ്. നമുക്ക് അവരോട് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചു, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു, എല്ലാം നോർമലാണ്. 2ാമത്തെ ആഴ്ച വിളിച്ചു, എല്ലാം നോർമലാണ്. പക്ഷെ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് എനിക്ക് ഫീവറാണ്. 3ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും എന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി നീ ഹോസ്പിറ്റലിൽ ഭവനത്തിൽ വിശ്രമിക്കാൻ പറ്റത്തില്ല, നീ അതുകൊണ്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് ആകണം. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഹോസ്പിറ്റലിൽ പോയി. ഞാൻ 16ാമത്തെ ദിവസം അഡ്മിറ്റായി. ഹൃദയത്തിന് വളരെ ഭാരം. കാരണം 1 ശരീരത്തിന് സുഖമില്ല, 2 ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ബുദ്ധിമുട്ട്, 3 നമുക്ക് നമ്മുടെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവിടുത്തെ ഫുഡ് എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടി ഞാൻ അവിടെ കടന്നു. 20ാമത്തെ ദിവസം രാത്രിയിൽ സന്ധ്യയിൽ ഡോക്ടർ റൗണ്ട്സിന് എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ നിന്റെ എവരി 21st ഡേയിലാണ് അവർ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കീമോതെറാപ്പിക് പേഷ്യൻസ്, എൻ്റെ കൂടെ അവിടെ കുറച്ച് പേരും കൂടി അഡ്മിറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും കോവിഡ് പോസിറ്റീവായിട്ട്. അത് ലേറ്റ് കമർ ഞാനാണ് അതിലെ. ബാക്കിയുള്ളവരൊക്കെ 1.5 മാസവും 1 മാസവും ഒക്കെ ആയിട്ട് അവിടെ അഡ്മിറ്റ് അയക്കുന്നവരാണ്. ഞാൻ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ടൈം നിന്റെ കോവിഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നാളെ ഈ പനി നിനക്ക് വരുന്ന റീസൺ എന്താണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ വേറൊരു ടെസ്റ്റും കൂടെ ചെയ്യും. ഈ 2 ടെസ്റ്റിന് വേണ്ടി നീ രാവിലെ പ്രിപ്പയർ ആയിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഒരു സന്ധ്യ ആയി കാണും. അദ്ദേഹം സന്ധ്യയ്ക്കാണ് എൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പോയി. എനിക്ക് മനസ്സിന് ഭയങ്കര ഭാരമായി. ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ബെഡിൽ ഹൃദയത്തിൽ വളരെ ഭാരമുള്ളവളായി, ഹൃദയത്തിൽ വളരെ വേദന അനുഭവിക്കുന്നവളായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, 20 ദിവസമായിട്ടും കുറയാതെ നിൽക്കുന്ന ഈ പനി, നാളെ അവരെന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആകാതെ അവർ ഇനി വീട്ടിൽ വിടത്തില്ല. ഇതെല്ലാം ഓർത്ത് എനിക്ക് മനസ്സിന് വളരെ ഭാരമായി.
ആ സന്ധ്യയെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തോട് തകർന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. കർത്താവ് എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റി, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം പലപ്പോഴും പറയും, പലപ്പോഴും നാം വിശ്വസിക്കും. എന്നാൽ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുമ്പോൾ, ആരും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ നാം ഓരോ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ആ ബെഡിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ദൈവം എൻ്റെ മേൽ അയച്ചു. ആമേൻ, സ്തോത്രം. ഞാൻ എന്റെ അപ്പുറത്തും കിടന്നവർ എന്നോട് പറഞ്ഞു, അവരെന്നെ നോക്കിയപ്പോൾ എന്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുകയാണ്, പനി കൂടിയിട്ട് ഷിവർ ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നി. ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വന്ന് എനിക്ക് അതിന്റെ മനുഷ്യരീരത്തിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത രീതിയിലുള്ള ആത്മസാന്നിധ്യത്താൽ ഞാൻ ആ ഹോസ്പിറ്റൽ കിടക്കിൽ ആ ബെഡിൽ ഞാനായത്. അവരെന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് പനി കൂടിയ, നിന്നെ വല്ലാതെ വിറയ്ക്കുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പനിയൊന്നുമില്ല, നിങ്ങൾ പൊക്കോ. അവർ പേടിച്ചു പോയി. അവർക്കറിയാം എനിക്ക് എല്ലാ ദിവസവും ഫീവർ ആണെന്നുള്ളത്. അവർ പേടിച്ചിട്ട് ഞങ്ങൾ ഡോക്ടറെ വിളിക്കട്ടെ, ഞങ്ങൾ ഇൻഫോം ചെയ്യട്ടെ. അവിടെ നഴ്സുമാർ ആരും നമ്മൾ വിസിറ്റിംഗ് ടൈമിൽ അവർ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർക്കൊന്നും കർത്താവിനെ കുറിച്ച് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ട ആന്റി, ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ചില മിനിറ്റുകൾ ആത്മാവിന്റെ നിറവിൽ ആ ബെഡിൽ അന്യഭാഷയിൽ കർത്താവിനെ നിശബ്ദമായിട്ട് ആത്മാവിൽ ഞാൻ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചു. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഒരു ഗ്ലാസ് വെള്ളം നീ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കുടിക്കാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് ഒറ്റയടിക്ക് നമ്മളത് കുടിക്കും, അല്ലേ? പക്ഷെ ദൈവാത്മാവ് എന്നോട് അങ്ങനെ എന്താ സംസാരിച്ചെന്ന് അറിയാമോ? നീ അത് അന്യഭാഷയിൽ ആരാധിച്ച് ഓരോ സിപ്പായിട്ട് കുടിക്കാൻ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ഇതുവരെയും അതിന് മുമ്പ് ചെയ്തിട്ടില്ല, അതിനുശേഷവും ഞാൻ ചെയ്തിട്ടില്ല. എന്താ കർത്താവിനോട് സംസാരിച്ചതെന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു വലിയ ഗ്ലാസ്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഗ്ലാസ് വെള്ളമായിരുന്നു. ഞാനത് നിറച്ച് വെള്ളമെടുത്ത് ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് അന്യഭാഷയിൽ ആരാധിച്ച് ഓരോ സിപ്പും ഞാൻ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ ആത്മനിറവോടുകൂടി ഞാൻ ആ വെള്ളം മുഴുവൻ ഒരു 3/4 മണിക്കൂർ കൊണ്ട് കുടിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ആ വെള്ളം എൻ്റെ ശരീരത്തിൽ ചെന്നപ്പോൾ അതെന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും, ഓരോ ഞരമ്പുകളിലും, സിരകളിലും, ധമനികളിലും ചെന്നപ്പോൾ ദൈവശക്തിയായി വ്യാപരിച്ച് എൻ്റെ കോവിഡും ക്യാൻസറും എല്ലാം കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുത സൗഖ്യം ഞാൻ ആ സന്ധിയെങ്കിൽ കോവിഡ് വാർഡിൽ ഞാൻ അനുഭവിച്ചിറങ്ങി. 21ാമത്തെ ദിവസം അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ആമേൻ, സ്തോത്രം, പനിയുടെ ടെസ്റ്റ് എന്തൊക്കെ അവർ നടത്തിയെന്ന് എനിക്കറിയത്തില്ല. ബ്ലഡ് എടുത്തോണ്ട് പോയി. എന്നാൽ കോവിഡ് നെഗറ്റീവ് എന്നുള്ള റിപ്പോർട്ടാണ് വൈകുന്നേരം വന്നത്. എന്റെ കൂടെ ആ കോവിഡ് വാർഡിൽ ഉണ്ടായിരുന്ന സഹോദരിമാർ ലേഡീസിന്റെ ഒരു വാർഡായിരുന്നു. പെൺകുഞ്ഞുങ്ങളായിരുന്നു. ഒരു ആന്റി മാത്രം എന്നെക്കാട്ടിൽ മൂത്തതും, ബാക്കി എല്ലാവരും ചെറിയ കുട്ടികളല്ല, ഒരു 20-25 അപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ അവരുമായിട്ടൊക്കെ വളരെ സ്നേഹബന്ധത്തിലായി. പക്ഷെങ്കിൽ എല്ലാവരും അവരവരുടെ ശരീരത്തിൽ ക്ഷീണിതരാണ്, എല്ലാവരും ഭാരം അനുഭവിക്കുന്നവർ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആണല്ലോ, ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കോവിഡ് വാർഡിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എന്റെ റിപ്പോർട്ട് നെഗറ്റീവാ. അവർക്കൊക്കെ വളരെ സന്തോഷമായി. അവരൊക്കെ എന്നോട് പറഞ്ഞു, ഒരാൾക്ക് 9 പ്രാവശ്യവും, ഒരാൾക്ക് 7 പ്രാവശ്യവും, ഒരാൾക്ക് 5 പ്രാവശ്യവും കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടും നെഗറ്റീവായിട്ട് ആകാതെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നവരാണ് അവർ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നീ ലേറ്റ് ആയിട്ട് വന്നിട്ടും നീ ഫസ്റ്റ് ആയിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ യേശു നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ യേശു ജീവിക്കുന്ന ദൈവമെങ്കിൽ കോവിഡ് വാർഡിൽ നിന്ന് ഞങ്ങൾക്ക് എത്രയും വേഗം നെക്സ്റ്റ് ടൈമിൽ ഞങ്ങളുടെ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകാൻ സഹായിക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. എന്റെ ബെഡിന്റെ ഓപ്പോസിറ്റ് ബെഡിൽ അവർ 3 പേരും വന്നിരുന്നു. അവർക്കും യേശുവിനെ, ഒരാൾക്ക് മാത്രം യേശു എന്നുള്ള ഡിസംബർ 25th യേശുവിന്റെ ബർത്ത്ഡേ ആണ്. ഒരു കുട്ടി 19 വയസ്സുള്ള ഒരു മോള് മാത്രം കേട്ടിട്ടുണ്ട്. മറ്റവർക്ക് ആർക്കും യേശു എന്താണെന്നോ യേശു ആരാണെന്നോ അറിയില്ല. അവർ ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുക. എനിക്കറിയാവുന്ന ഭാഷയിൽ ഹിന്ദി ഭാഷയിൽ ഞാൻ അവരോട് കർത്താവിനെ കുറിച്ച് ചുരുങ്ങിയ വാചകങ്ങളിൽ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം.
ഞാൻ എൻ്റെ ബെഡിലിരുന്ന് മലയാളത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശു ജീവിക്കുന്ന ദൈവമെന്ന് ഈ സഹോദരി പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്രയും വേഗം ഈ കോവിഡ് വാർഡിൽ നിന്ന് പോകാൻ ദൈവം സഹായിക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റിയെ ഞാൻ വളരെ കണ്ണുനീരോടുകൂടി ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ബെഡിലിരുന്നു. അവർ എൻ്റെ സമീപയുള്ള ബെഡിൽ എല്ലാവരും കൈ ഊപ്പി കണ്ണടച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൈ ഊപ്പി കണ്ണടച്ചിരിക്കുക, നിങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കും. മനസ്സിൽ ഇങ്ങനെ ഓർക്കുക, യേശു ദൈവമെങ്കിൽ, ജീവിക്കുന്ന ദൈവമെങ്കിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണം. അവരങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഭവനത്തിൽ പോന്നു. എന്നാൽ ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി. ഫോട്ടോയൊക്കെ എപ്പോഴും എല്ലാവരുടെയും തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ മനസ്സിന് കുറച്ചൊക്കെ സന്തോഷം വരുവാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഓരോരോ പോസ്റ്റിലുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് ഇതിനു മുൻപ് തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നമ്മളെ ഗ്രൂപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. പക്ഷേങ്കിൽ എവറി 3 ഡേയിലാണ് അവിടെ, എവറി 3 ഡേയ്സിൽ കൂടുമ്പോൾ ഇങ്ങനെ റീടെസ്റ്റ് ചെയ്യും കോവിഡിന്റെ. അപ്പത്തേക്ക് ഫസ്റ്റ് ടൈം 21st ഡേ ചെയ്യും, പിന്നെ എവറി 3 ഡേ ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞത് അങ്ങനെയാണല്ലോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് അവരുടെ എല്ലാം ചെയ്തു. ഞാനൊരു സാറ്റർഡേയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. എന്നാൽ അവരെല്ലാം പിന്നെ 3 ദിവസം കഴിഞ്ഞ് അവർക്കെല്ലാം ചെയ്തപ്പോൾ അടുത്ത സാറ്റർഡേക്ക് മുൻപായിട്ട് അവരെല്ലാം കോവിഡ് നെഗറ്റീവായി. 3 പേരും ഡിസ്ചാർജ് ആയിട്ട് ഭവനത്തിൽ പോകാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി എത്ര വലിയതാണ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ ആ കോവിഡ് വാർഡിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തിനാ ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണല്ലോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ പിന്നീട് ഓർത്തു, ഞാൻ ആ ഒരാഴ്ച അവിടെ കിടന്നത് ആ സഹോദരങ്ങൾ ഒരുപക്ഷെ യേശു എന്ന ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് കേൾക്കുവാൻ എൻ്റെ കഷ്ടത ഒരുപക്ഷെ അവർക്കത് ഗുണമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നീട് അവരെ കുറിച്ച് എനിക്ക് വിവരങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അന്ന് അവർക്കൊരു അത്ഭുതകരമായ സൗഖ്യം ദൈവം ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് കൊടുത്തു. അത് എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഖ്യത്തിന്റെ അനുഭവമായിരുന്നു ആൻറ്റി. പിന്നെ കോവിഡ് എല്ലാം മാറി, പിന്നെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആന്റി, ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് എനിക്ക് 2 സൈക്കിൾ കീമോ ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് 20 റേഡിയേഷൻസ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഹോർമോൺ തെറാപ്പി, അത് കീമോ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി കൂടിയൊരു ഡോസായിട്ട് മെഡിസിൻ അവർ എനിക്കത് ചെയ്തു. അത് 13 എണ്ണം ഉണ്ടായിരുന്നു, കീമോ തന്നെയാണ്. അങ്ങനെ മൊത്തമോ 29 കീമോ ചെയ്തു, 20 റേഡിയേഷൻസ്, 2 പ്രാവശ്യം സർജറി, 2 ഇയേഴ്സ് ഗ്യാപ്പിൽ. പിന്നീടും എനിക്കൊരു സർജറി 2022 എനിക്ക് പിന്നെ ഒരു സർജറിയും കൂടി ഉണ്ടായിരുന്നു. ക്യാൻസർ അല്ലായിരുന്നു, അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നെഗറ്റീവ് ആയിരുന്നു. പക്ഷെങ്കിൽ കുറച്ചും കൂടി റീകൺസ്ട്രക്ഷന് വേണ്ടി അവരെ സർജറി ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യത്തെ സർജറി ഒക്കെ പലത് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. ദൈവം സഹായിച്ചു, അത്രയും മാത്രമേ പറയാനുള്ളൂ. കയ്യിലെ ആ ഒരു മൺപാത്രം പോലെ കർത്താവിന്റെ ദാസിയെ പണിഞ്ഞെടുത്തു കൊണ്ടുവന്നു. അതെ, ഇന്ന് ഔറംഗാബാദിന്റെ പ്രദേശത്ത് കർത്താവിന്റെ നല്ലൊരു പാത്രമാക്കി നിർത്തിയേക്കാണല്ലോ. ആ ദേശത്ത് അനേകർക്ക് കർത്താവിന്റെ ദാസി പ്രയോജനമായി തീരട്ടെ. ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ദേവദാസിയുടെ അനുഭവങ്ങളെല്ലാം പറയാം. ഈ ട്രീറ്റ്മെന്റുകളെല്ലാം കഴിഞ്ഞെന്ന് പറയുമ്പോൾ എന്നായിരുന്നു 2021 ഏപ്രിലാണ് എൻ്റെ ലാസ്റ്റ് ഇഞ്ചക്ഷൻ, ലാസ്റ്റ് കീമോ. അപ്പം മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറയുമ്പോൾ ഇത്രയും മെഡിസിൻ ശരീരത്തിൽ, എത്രയോ ലക്ഷം രൂപയുടെ മെഡിസിനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഒരു ഹെൽത്ത് ഇല്ല, ആരോഗ്യമില്ല. ചർച്ചിൽ പോയാൽ എനിക്ക് കൈയടിക്കാനോ പാട്ട് പാടാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. നമ്മള് സഹോദരിമാരല്ലേ, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങള്, പലവിധ കാര്യങ്ങൾ, കർത്താവദാസന, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നമ്മൾ ഉത്സുകരാണ്, പക്ഷെ ആരോഗ്യം അനുവദിക്കുന്നില്ല. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വളരെ ക്ഷീണാവസ്ഥയിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ചൂലെടുത്ത് ഒരു 2 സെക്കൻഡ് എനിക്ക് തൂക്കാൻ പറ്റത്തില്ല, ഒരു പാട്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല, കൈ അടിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒരു ആരോഗ്യവുമില്ല. ഇങ്ങനെ ബാക്ക് സപ്പോർട്ട്, ഇപ്പോഴും ഞാൻ ചെയറിലാണെങ്കിൽ ഞാൻ ചാരത്തില്ല. എനിക്ക് പണ്ട് മുതലുള്ള സ്വഭാവമാണ്, ഞാൻ ചാരി എങ്ങും ഇരിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ. അപ്പോൾ എനിക്ക് പക്ഷെ ഇങ്ങനെ ഇതിൽ 5 മിനിറ്റ് പോലും ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ പെയിൻ ആണ് ബാക്ക് സൈഡ് മൊത്തം. അപ്പൊ ഇങ്ങനെ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര അസ്വസ്ഥതകൾ ഞാൻ ശരീരത്തിൽ അനുഭവിക്കും. കൈകാലുകൾക്കെല്ലാം മസിലിന് പെയിൻ.
ഞാൻ 2 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊക്കെ സൈഡ് എഫക്റ്റ് ആണ്, ഇത്രയും മെഡിസിനുകളൊക്കെ ചെല്ലുന്നതല്ലേ, നിനക്ക് അസഹനീയമായിട്ട് നിനക്ക് വേദന വരുമ്പോൾ നീ ഗുളിക കഴിക്കുക, പെയിൻ കില്ലർ ഞാൻ നിനക്ക് എഴുതി തരാം, നീ അത് കഴിക്കുക, അതേ ഉള്ളൂ സൊല്യൂഷൻ, ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പം എന്നോട് പറഞ്ഞു, നീ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് എങ്ങനെ പോലും ഒരു 2-3 ഇയേഴ്സ് എടുക്കും ഫുള്ളായിട്ട് നിന്റെ ബോഡി ഒന്ന് റിക്കവർ ആയി നീ ഒരു പഴയ സിറ്റുവേഷനിലേക്ക് എത്താനായിട്ട്. അപ്പം അതുകൊണ്ട് നീ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്താ പറയുന്നത് ദിസ് ട്രീറ്റ്മെന്റ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ നമ്മുടെ മുൻപിൽ എന്ത് ചെയ്തു? കൈമലർത്തി. ഈ വേദനകൾക്കൊന്നും അവരുടെ കയ്യിൽ മരുന്നില്ല. അവർ ഈ ചെയ്യുന്നതിനൊക്കെ ഫലം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ അവസ്ഥയിൽ ഞാൻ എത്ര നാള് ഒരു കുടുംബിനിയായി അല്ലെങ്കിൽ ഒരു സഭാശുശ്രൂഷയിൽ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും? ഞാൻ ആലയത്തിൽ ചെന്നിരുന്ന് കൈയടിക്കാതെയും പാടാതെയും ഇരിക്കുമ്പോൾ എന്നെ നോക്കുന്ന വിശ്വാസികൾക്ക് എന്നും നമ്മളാണല്ലോ മാതൃകയായിരിക്കേണ്ടതല്ലേ? അപ്പൊ അവര് നോക്കുമ്പോൾ പാസ്റ്റർ ഭാര്യയ്ക്ക് എന്നും അസുഖമാണ്, കൈയടിക്കുന്നില്ല അല്ലേ, പ്രാർത്ഥിക്കുന്നില്ല. അവരങ്ങനെ പറഞ്ഞെന്നല്ല കേട്ടോ, അവർ പറയത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിരിക്കും, എപ്പോഴും ഒരുപോലെ അല്ലല്ലോ. ഡോബിൽ സഭയിലുണ്ടായിരുന്നവർ പറഞ്ഞെന്ന് ഞാനല്ല പറയുന്നത്, പക്ഷെങ്കിൽ എപ്പോഴും നമ്മൾക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ലൈഫ് എന്തുവാ, നമുക്കതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല, നമുക്ക് ഒരു പ്രയോജനവുമില്ല. ഞാൻ വേറൊരു കാര്യൂടെ പറയാൻ ആക്ച്വലി വിട്ടുപോയി. ഞാനങ്ങനെ ഈ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, 17ാമത്തെ വയസ്സിൽ ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. ഇതുവരെയും കർത്താവ് എന്നെ നടത്തി. എന്നിൽ കൂടി എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുടുംബമായി എന്നിൽ കൂടി വ്യക്തിപരമായും കുടുംബമായും കർത്താവ് എന്നെക്കുറിച്ച് ശുശ്രൂഷകൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അതൊക്കെ പൂർണ്ണ സൗഖ്യം ദൈവം എനിക്ക് തന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ ആയുസ്സുമാരോഗ്യം ദൈവം എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേറൊന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണെന്നോ അവരെ നോക്കണമെന്നോ ശുശ്രൂഷിക്കണമെന്നോ അല്ലെങ്കിൽ പിതാവിനെ ഇതൊന്നും ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. കർത്താവിനെ വേല ചെയ്യുവാൻ ആയുസ്സും ആരോഗ്യവും ദൈവം എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഒരാളുണ്ടോന്ന് ചോദിച്ചാൽ ആളുണ്ട്, പക്ഷെ ആ ആളെയും കൊണ്ട് യാതൊരു വിധമായ പ്രയോജനം ശരീരം കൊണ്ടില്ലാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. നന്നായിട്ടൊന്ന് കുളിക്കുവാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്ഷീണം ശരീരത്തിൽ, എപ്പോഴും കിടക്കണം, ഭയങ്കര അസ്വസ്ഥത. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ ഒരു മാർച്ച് മാസത്തിൽ ഞാനൊരു ഓൺലൈൻ പ്രയറിൽ പങ്കെടുക്കും. കോവിഡ് സമയമാണ്, ഇവരൊക്കെ കോവിഡാണ്, കോവിഡിന് 2ാം തരംഗം വന്നിരിക്കുന്ന സമയം. ഞാൻ ഒരു ഓൺലൈൻ പ്രയറിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുക. ഒരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിൽ ഞാൻ അതിൽ ഇങ്ങനെ ഓൺലൈൻ പ്രയറിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ചർച്ചിൻ്റെ അല്ല, വേറൊരു ഓൺലൈൻ പ്രയറിൽ ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ അതിലിങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ 11 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. അതിന് മുമ്പ് എനിക്ക് ചർച്ചിനും ഞാനിവിടെ കൂടി വേഗം വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് ഞാൻ വേഗം ബെഡിൽ വന്ന് കിടന്നു. 11 മണി കഴിയും. ഫോൺ ഞാൻ ഓണാക്കി എൻ്റെ കൈ കൊണ്ട് തട്ടി ഒന്ന് അൺമ്യൂട്ട് ആയി പോവാതെ അല്ലെങ്കിൽ മ്യൂട്ട് മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോൺ നീക്കി വെച്ചിട്ട് ഞാൻ ബെഡിൽ കിടന്നു. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ ബെഡിൽ കിടന്നിട്ട് ഫോൺ നീക്കി വെച്ചേക്കും. അപ്പോൾ 11:30 വരെ ആ പ്രയർ ലീഡ് ചെയ്യുന്ന ആ ദേവദാസി പ്രാർത്ഥിച്ചു. താൻ 11 മണിക്ക് തുടങ്ങി, പക്ഷെ 11 വരെ താൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു 11:25 ആയി കാണും. പ്രാർത്ഥിച്ച് നിർത്തി കഴിഞ്ഞ് അദ്ദേഹം ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്നോടല്ല പബ്ലിക്കിൽ ഇങ്ങനെ പറയുക, സൂം അല്ല, കോൺഫറൻസ് കോൾ പ്രയർ. അപ്പോൾ അദ്ദേഹം ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നമുക്കെല്ലാം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം, ബോംബെയിലുള്ള ബ്ലസ് സിസ്റ്റർ പാട്ടുകൾ പാടുമെന്ന് പറഞ്ഞു. ഞാനതിനകത്ത് ഇതുവരെയും പാടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ നീക്കി വെച്ചേക്കും, ഇരിക്കാൻ ആരോഗ്യമില്ല, പിന്നെ എങ്ങനെ പാട്ട് പാടുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ പറയും, ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് കട്ടിലിൽ ചാടി എഴുന്നിട്ട് ദൈവമേ, ഞാൻ എനിക്ക് പാടാനുള്ള ആരോഗ്യമില്ല, ഞാൻ എന്ത് പാട്ടാ പാടണ്ടേ, ഇതൊന്നും ഞാൻ പ്രിപ്പയർ ആയിട്ട് ആ ഒരു സെക്കൻഡോട് ഞാൻ എഴുന്നേൽക്കുകയും ഈ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ കടന്നു വരികയും ഇതെല്ലാം ഒരു ക്ഷണത്തിൽ സംഭവിച്ചു. ദൈവം എൻ്റെ നാവിൽ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ എന്ന ഗാനത്തിൽ ഞാൻ ആ പാട്ട് പാടി പാട്ട് വലിയൊരു പാട്ടാണല്ലോ അത്, 5-6 സ്റ്റാൻസൊക്കെയുള്ള ഒരു വലിയ പാട്ട്. മുഴുവൻ പാട്ട് ഞാൻ പാടി. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് നിറയ്ക്കുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ആ റൂമിനകത്ത് ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ട ആന്റിയെ ഞാൻ പറയട്ടെ, ഒരു 12:40, 12:35, 12:40 വരെ ഞാൻ ആ പാട്ട് മാത്രം പാടി. ആ
പ്രയർ ലൈനിൽ അന്ന് ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥനയും നടന്നില്ല, പ്രസംഗവും നടന്നില്ല, ഒന്നും നടന്നില്ല. അന്യഭാഷകളിൽ ആത്മനിറവിൽ കർത്താവിനെ ഞാൻ ആ റൂമിനകത്ത് നൃത്തം ചെയ്ത്, ഞാൻ ബെഡെ നോക്കി എഴുന്നേറ്റു, ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു, ഞാൻ നൃത്തം ചെയ്ത് ചില സമയങ്ങൾ, ചില മിനിറ്റുകൾ ആ റൂമിനകത്ത് ദൈവ സാന്നിധ്യം മണിക്കൂർ ഞാൻ അനുഭവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്നത് എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അരിഷ്ടതകളും, ഞാൻ കുറെ അരിഷ്ടതകളെ ലിസ്റ്റ് ആന്റിയോട് പറഞ്ഞല്ലോ, ആ അരിഷ്ടതകൾ മുഴുവൻ മാറി അതൊന്നുമില്ലാത്തവളായി പൂർണ്ണ സൗഖ്യത്തോടെയാ ഞാൻ അന്നു പകൽ ആ റൂമിൽ നിന്ന് വെളിയിലിറങ്ങുന്നത്. ഒരിക്കലും മറക്കാനാകാത്ത മറ്റൊരു ഇൻസിഡന്റ് ആണത്. ദൈവത്തിന്റെ അത്ഭുത സൗഖ്യം. വൈദ്യശാസ്ത്രം ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈമലർത്തിയ സ്ഥലത്ത് ദൈവം എനിക്ക് തന്ന അത്ഭുത വിടുതലാണ്. ആമേൻ, സ്തോത്രം. ഞാൻ ഇന്നും എനിക്ക് അതിനുശേഷം എത്രയോ മണിക്കൂറുകൾ പ്രസംഗിക്കുകയോ പാടുകയോ കൈയടിക്കുകയോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ഇപ്പോഴും കൈക്കൊക്കെ വേദന വരും. പക്ഷെ ഞാൻ 1/4 മണിക്കൂർ കൈയടിച്ച് ആരാധിച്ചാലും എനിക്ക് കൈ കഴിക്കത്തുമില്ല. എനിക്ക് ഒരു പ്രശ്നങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടില്ല. കർത്താവിന്റെ സൗഖ്യമാണ് അന്ന് പകല് ഞാൻ അനുഭവിച്ചത്. ഈ അനുഭവം എനിക്ക് എന്നെ വളരെ ശക്തിപ്പെടുത്തിയ, എൻ്റെ ബലഹീന ശരീരത്തെ ശക്തിപ്പെടുത്തിയ ദൈവ സാന്നിധ്യം അനുഭവിച്ച അനുഭവമായിരുന്നു. ദൈവശക്തി നമ്മളെ ജീവിപ്പിക്കുന്നതാണല്ലോ. തികഞ്ഞു വരുന്ന ദൈവശക്തി, അതാ ദൈവത്തിന്റെ വചനം. ആ വചനത്തിന്റെ ഒക്കെ നിവൃത്തി മീൻസ് ആ വചനത്തിന്റെ ഒക്കെ ശക്തി നമ്മൾ കേൾക്കുന്ന വചനമാ, പക്ഷെ വചനത്തിന്റെ ശക്തി എന്താന്നുള്ളത് വെളിപ്പെടുന്ന ആ സമയങ്ങളിൽ പ്രത്യേക ചില സാഹചര്യങ്ങളാണ് വചനത്തിന്റെ ശക്തി നമ്മൾ അറിയുന്നത്. അതെ, ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നൊക്കെ പറയുമ്പോഴേ ആ വചനത്തിന്റെ ശക്തി എത്ര മാത്രം അത്രയും നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മെ പെർഫെക്റ്റ് ആക്കുന്ന ശക്തി. അതെ, നമ്മള് ആരോഗ്യത്തോടെ ഇരുന്നത് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം അതിന്റെ ആ ഒരു ശക്തി അനുഭവിക്കാൻ പറ്റും. അതെ, ബലഹീനമായ അവസ്ഥകളിലാണ് ദൈവവചനത്തിന്റെ ആ ഒരു ശക്തി നമ്മൾ തിരിച്ചറിയും. അതെ. വേറെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഓർമ്മയില്? വേറെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം എനിക്കൊന്നൊരു വചനം, വേറൊരു വചനം ഇതാണ്. ഞാനിങ്ങനെ റേഡിയേഷൻസ് ചെയ്തു 2020 മെയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച സമയങ്ങളായിരുന്നു റേഡിയേഷന്റെ. ആ സമയത്ത് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റും, തൊണ്ടയെല്ലാം മുറിഞ്ഞ് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ഭയങ്കര കിടക്കാൻ പറ്റത്തില്ലേ, നമുക്കിങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊണ്ടയ്ക്കകത്ത് എല്ലാം ഡ്രൈ ആയി പോകും പെട്ടെന്ന്, പക്ഷെ വെള്ളം ഒട്ട് കുടിക്കാനും പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാവരും ഉറങ്ങി, എനിക്ക് ഭയങ്കര വിശപ്പ്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഒരു സാധനം ഹാർഡായിട്ടുള്ള ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഓട്സ് പോലും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം 3/4 മണിക്കൂർ 1/2 മണിക്കൂർ കൊണ്ട് അത്രത്തോളം തൊണ്ടയ്ക്കകത്തൊന്നും ഇറങ്ങത്തില്ല. വളരെ ഹാർഡ്ലി ഞാൻ ഇങ്ങനെ ഒരു മാസം, നമ്മുടെ ബോംബെയിൽ ആ സമയത്തൊക്കെ ഈ മാങ്ങ കിട്ടുമല്ലോ, ആപ്പൂസ് മാങ്ങായും മാമ്പഴത്തിന്റെ സീസണാണല്ലോ, സത്യം പറഞ്ഞാൽ ആ ഒരു മാസം ഞാൻ ജീവിച്ചത് ഈ മാങ്ങ തിന്നുണ്ടാവും. അതാവുമ്പോ എനിക്കറിയത്തില്ല അതെങ്ങനെ അത്ര ഈസി ആയിട്ട് എന്റെ തൊണ്ടയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നു, അത്രത്തോളം അത് ഈസി, അത് വായിലിടുമ്പോഴത് പോകുന്നു. അതുകൊണ്ട് എന്റെ ഇവിടെ എങ്ങും മുട്ടത്തില്ല, അത് പോകും. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റും. വേറെ എനിക്ക് ഒന്നുമേ ഭക്ഷണം, പഴത്തിനൊക്കെ കുറച്ചുകൂടെ കട്ടിയുണ്ടല്ലോ, ജ്യൂസ് ഒന്നും എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല. ഈസി ആയിട്ട് എന്തോ തൊണ്ടയിൽ നിന്ന് സ്മൂത്ത് ആയിട്ട് പോകുന്നു, അത് മാത്രമേ പറ്റൂ. രാത്രി 12 മണിയായി എനിക്ക് ഭയങ്കര വിശപ്പ്, അതിസഹിക്കാൻ വയ്യാത്ത വിശപ്പ്, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഈ സ്റ്റൊമക്ക് നന്നായിട്ട്, വയറ് നന്നായി നിറയാത്തതുകൊണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഭയങ്കര, നെഞ്ചത്തെല്ലാം എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് ഭയങ്കര അസ്വസ്ഥത. എല്ലാവരും ഉറങ്ങി. ഞാൻ ഇവരെയൊക്കെ വിളിച്ചുണർത്തിയാൽ അവരെല്ലാവരും എന്നെ കണ്ട് വിഷമം. അല്ലെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാത്തന്നെ എല്ലാവർക്കും സങ്കടം. അല്ലാതെ ഞാൻ ഈ രാത്രി ഇന്ന ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞ് 12 മണി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഉറങ്ങാതെ ആ ബെഡിൽ വളരെ ഹൃദയത്വ ക്ഷീണമായി ഞാനങ്ങ് വിഷമിച്ചു വല്ലാതെ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു, കർത്താവേ, ഇത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കർത്താവേ, നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടനെ കർത്താവ് എനിക്കുന്ന വചനം ഇതാണ്, 138 സങ്കീർത്തനത്തിൽ, ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ആ വചനം ഞാൻ ഒന്നും കഴിച്ചില്ല, പക്ഷേ ആ വചനത്തിന്റെ ശക്തി ആ രാത്രിയിൽ എന്നെ ബലപ്പെടുത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ കഷ്ടതയിൽ എന്ത് ചെയ്യത്തില്ല, തളർന്ന്
പോകത്തില്ല, ഞാൻ ഈ കഷ്ടതയിൽ ഇല്ലാതായി പോകത്തില്ല, ഇതിൽ നിന്നും കർത്താവിനെ ജീവനോടെ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവരുമെന്ന രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. ആ വചനവും കർത്താവ് എനിക്ക് ഒത്തിരി ബലം തന്ന വചനഭാഗമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല ആന്റി. ദൈവം എല്ലാവരും അനേകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ദൈവദാസന്മാർ എല്ലാവരും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചവർ വരെയുണ്ട് എനിക്ക് വേണ്ടി. വന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചവർ വരെയുണ്ട്. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് ആയുസ്സിനെ ദീർഘമാക്കി ഇന്നും ദൈവം ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു ആന്റി. ഇത്രത്തോളം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചെങ്കിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനിടയായി തീർന്നു. അതെ, കർത്താവിനോട് കൂടെയുള്ള യാത്രയിൽ, ജേർണി വിത്ത് ക്രൈസ്റ്റ്, ആ യാത്രയിൽ കർത്താവിന്റെ ദാസി സന്തോഷവതിയാണോ? കേൾക്കുന്നവർ നിശ്ചയമായിട്ടും കർത്താവിനോടുള്ള യാത്രയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം. കർത്താവ് എന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കഷ്ടതയിൽ തകർന്നു പോയേനേമായിരുന്നു. നിങ്ങളോട് ഇങ്ങനെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ ഞാനൊരു പക്ഷേ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. കർത്താവിനോടുള്ള യാത്ര, കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണ് ഇന്നും ആയുസ്സോടെ നിർത്തിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും വളരെ സന്തോഷത്തോടുകൂടിയും വളരെ വളരെ പ്രത്യാശയോടുകൂടിയും ഞാനായിരിക്കും. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനേക രാജ്യങ്ങളില് കർത്താവിന്റെ ദാസിയെയും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് അയക്കട്ടെ, കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകർക്ക് കർത്താവിന്റെ ദാസി ഒരു അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാൽ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് TV എന്ന ഈ മാധ്യമത്തിൽ കൂടി ജേർണി വിത്ത് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിൽ കർത്താവെ, അടിയന് ദൈവം ചെയ്ത അനുഭവങ്ങളെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം നാഥ. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. നീ തന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. കഷ്ടതയിൽ തകർന്നു പോകാൻ നിർത്തി നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ. വിശേഷിച്ച് അത് പ്രിയപ്പെട്ടവരുടെ പങ്കുവയ്ക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. ജോയ്സ് TVയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ദൈവം ഹൃദയത്തിൽ കൊടുത്ത നല്ല താല്പര്യങ്ങൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകരുടെ സാക്ഷ്യങ്ങൾ ഇതിൽ കൂടി പുറത്തു വരുന്ന നിമിത്തം അനേകർ അനുഗ്രഹം പ്രാപിപ്പാൻ, അനേകർ ആശ്വാസം പ്രാപിപ്പാൻ, കഷ്ടതയിൽ, ഭാരത്തിൽ, വേദനയിലായിരിക്കുന്ന അനേകർ വിടുതൽ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ പ്രവർത്തനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും അനേകർ ഈ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ. തുടർന്നുള്ള ദിനങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ സാക്ഷ്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം, കർത്താവിന്റെ ദാസനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, കുടുംബമായവർ അനുഗ്രഹിച്ച് അടശുശ്രൂഷകളെ മാനിക്കണമേ നാഥ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സഭയ്ക്കായി സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമാക്കണമേ. ജോയ്സ് TVയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇത് അനുഗ്രഹവും വിശാലവുമായി തീരുവാനിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ ദൈവം ഈ പ്രവർത്തനങ്ങളെ വരുന്ന ദിവസങ്ങൾ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഇങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം നാഥ. അങ്ങയോട് കൂടി ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസി വേറെ സമയം ജോയ്സ് TVയിലേക്ക് ചിലവഴിച്ചതിന് കർത്താവിന്റെ ദാസിക്ക് എല്ലാം ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആന്റി, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. കർത്താവ് ഇങ്ങനെ അവസരം ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് ആന്റിക്ക് താങ്ക് യു. ടെസ്റ്റിമണി അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. വിശേഷിച്ചിട്ട് ജോയ്സ് TVയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുള്ള വചനം പോലെ കർത്താവിന്റെ നാളോളം ഈ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ഈ ശുശ്രൂഷയ്ക്കായി നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നേരവും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും മധുരവും അറിയിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.